ആത്മകഥയിൽ ചില ഉന്നതരുടെ പേരുകളെന്ന സൂചനകൾ തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കാനുള്ള RSS ശ്രമത്തിന്റെ ഭാഗമെന്നും സെനറ്റിൽ 19 സംഘപരിവാർ അനുകൂല അംഗങ്ങളെന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ഉണ്ട്. രജിത്ത്, ഇന്ന് പല വിഷയങ്ങളിലും പിണറായി വിജയൻ പ്രതികരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടത് സർക്കാർ RSS നിലപാടുകൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റ് പല പ്ലീഡർ നിയമനത്തിൽ ഉൾപ്പെടെ പിണറായി വിജയൻ പ്രതികരിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഏറ്റവും പ്രധാനം നിപ്പ ഭീതി പകർന്നു പടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ അത് സംബന്ധിച്ചും ഒപ്പം തന്നെ നിലവിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ കൃത്യമായ മറുപടിയും അദ്ദേഹം നൽകുകയും ചെയ്തു. നിപ്പയെ രാഷ്ട്രീയ ആയുധമാക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സാധാരണ കഴിഞ്ഞ തവണത്തെ മുൻകാലങ്ങളിലെ സർക്കാരിനോട് പ്രതിപക്ഷം ചെയ്തതുപോലെ തങ്ങൾ ഇതിനെതിരെ വളരെ ശക്തമായി തിരിച്ചടിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ സാധാരണ രീതിയിലുള്ള ഒരു ഏകോപനം പോലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ മന്ത്രി നിപ്പ മേഖലകളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നെങ്കിൽ അത്തരമൊരു പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപനമൊന്നും ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഒരു സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നിലപാടിനെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്തു. LDF സർക്കാരിന്റെ കാലത്ത് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. അത് 21 ലക്ഷം രൂപ ആക്കണമെന്ന ആവശ്യമാണ് അന്ന് UDF ഉയർത്തിക്കൊണ്ട് വന്നത്. അതിനിപ്പോൾ സർക്കാർ തയ്യാറാണോ എന്ന കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒപ്പം സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളിൽ പരിഹാസപൂർവ്വമായ ഒരു നിലപാടാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. MG സർവകലാശാല വിഷയത്തിൽ VC-യുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാറിന്റെ അധ്യാപക സംഘടനാ നേതാവിനെയാണ് വൈസ് ചാൻസലറായി നിയമിച്ചത്. ഒപ്പം തന്നെ അവിടെ 19 പേരെ RSS സഹയാത്രികരായിട്ടുള്ള 19 പേരെ സെനറ്റ് അംഗങ്ങളായി നിയമിക്കുകയും ചെയ്തു. ഇതിനെതിരെ ഒരു വാക്കുപോലും പറയാൻ UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ തയ്യാറായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ അത് ഗവർണറുടെ തീരുമാനങ്ങൾക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു രീതിയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ അടക്കം മുൻ സർക്കാർ സമീപിച്ച കാലത്ത് പോലും ഇല്ലെങ്കിൽ ഭരണ ഭേദഗതി അടക്കം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ അന്ന് UDF സ്വീകരിച്ച നിലപാടിനെ അദ്ദേഹം നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അതിനെ പിന്താങ്ങാൻ അന്ന് സർക്കാർ തയ്യാറായിരുന്നില്ല, UDF തയ്യാറായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം നടന്ന RSS-ന്റെ സമ്മേളനത്തിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തതിനെ കാണേണ്ടത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്വർണ്ണക്കൊള്ള കേസിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമമാണോ സർക്കാർ നടത്തുന്നത് എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ആളെ തന്നെ ലീഡറായി നിയമിച്ച കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിനുള്ളിൽ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷം കൃത്യമായി മറുപടി നൽകേണ്ട എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ സർക്കാർ സ്വീകരിച്ച അതേ നിലപാടുകൾ ഇപ്പോഴത്തെ സർക്കാരിനും സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ബിനോയ് വിശ്വത്തിനും അദ്ദേഹം കൃത്യമായി മറുപടി നൽകി എന്നതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ സമീപകാലത്തുണ്ടായ വിവിധ വിഷയങ്ങളിൽ വിശദമായ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയത്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.